നമസ്കാരം, ഞാൻ ബിജീഷ് പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻനിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ നിന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. നമുക്കൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഓപ്പണിംഗ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 19,710 ഒരു താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബൈ സെന്റിമെന്റ് മാത്രമല്ല 19,750 ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല എക്സാക്റ്റ് ആയിട്ടൊരു നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകളില്ലായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റിയും വലിയൊരു ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയും ആക്റ്റീവ് ആയിരുന്നു. ഹയർ ലെവൽ എത്തിയതിനു ശേഷം നിഫ്റ്റിയിൽ ഒരു സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരുന്നു. അവസാനത്തെ ഒരു സെക്ഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും 19,778 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രേഡുകളൊക്കെ മാനേജ് ചെയ്യുമ്പോൾ, പിൻട്രാഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ട്രെൻഡാണ്. നമുക്കൊരു ട്രെൻഡ് ക്ലിയർ ആയാലാണ് അതിനനുസരിച്ച് നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണോ, ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇത് രണ്ടാണ് മാർക്കറ്റിൽ മേജറായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് രീതികൾ ചെയ്യുമ്പോൾ നമുക്ക് മേജറായിട്ട് അറിയേണ്ട ഒരു കാര്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതിനപ്പുറത്ത് വേറെ ഒന്നും നമുക്ക് വരികയില്ല, ഒരു ഇൻഡിക്കേറ്റേഴ്സും വരികയില്ല. കാരണം കൃത്യമായിട്ട് ഇതിനനുസരിച്ചാണ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ ട്രേഡിംഗ് എടുത്താലാണ് നിങ്ങളുടെ ഒരു ബ്രേക്ക് ഔട്ട് ക്ലിയർ ആവുള്ളൂ. നിങ്ങൾക്ക് ഏതൊരു ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്താലും നമുക്കത് ക്ലിയർ ആവണമെങ്കിൽ ഇത് രണ്ടും ഇതാണ് ബേസ്. അപ്പൊ ഇത് ഈ ഒരു ബേസുമ്പോൾ ട്രേഡ് ചെയ്താലാണ് നമുക്കൊരു സക്സസ് ആയിട്ട് ഒരു പ്രൈസ് സെഷൻ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായില്ലെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നത് തെറ്റിപ്പോകും. നിങ്ങൾ പല ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നത് തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ബേസ് ആണ് നമ്മൾ നൽകുന്നത്. കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നൽകുന്നത്. ഓൾമോസ്റ്റ് സമയങ്ങളിലും എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ് നമ്മൾ ഓൾമോസ്റ്റ് നൽകാറ്. അപ്പോൾ നമ്മളിപ്പോഴും പറയാറുള്ളതാണ്, ഓൾമോസ്റ്റ് കേസിലൊക്കെ നമുക്കൊരു 80%, 70% സമയങ്ങളിലും പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു 70-80% ദിവസങ്ങളിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആക്യുറസിയിൽ നമുക്ക് മാർക്കറ്റ് നിലനിൽക്കാം. ഇൻ കേസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഇൻ കേസ് അവിടെ നിങ്ങൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് പോരാനും പറ്റും. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ചെറിയൊരു റിസ്കിൽ ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഇതനുസരിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് നിലനിൽക്കും. ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു ഷോർട്ട് സെല്ലിലേക്ക് ആക്റ്റീവ് ആവുകയില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ലോവർ ലെവലായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 19,620 തന്നെയാണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവല് 19,620 ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും മാർക്കറ്റിൽ. അതായത് ഇതിൻ്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡിംഗ് ബേസിസിൽ ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. ലെവൽസ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിലും ഇതിൻ്റെ ഒരു മുകളിൽ നിലനിർത്താനായിട്ട് ബയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഹയർ ലെവലിലേക്ക് ആയാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് 19,820, 800 എന്ന് പറയുന്ന റേഞ്ച്. 800 എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് എപ്പോഴും ആക്ട് ചെയ്യും. നമ്മളത് പഴയ വീഡിയോസിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 820ന്റെ മുകളിലേക്ക്, 800ന്റെ മുകളിലേക്ക് ഈ സസ്റ്റെയിൻ ചെയ്താലാണ് അടുത്തൊരു ബൈയുടെ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 800ന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 820 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 800ന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബൈ പൊസിഷൻസ് ഹോൾഡ് ചെയ്യരുത്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 800ന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിൽ തന്നെയാണ് സാധ്യത. ഈ ഒരു റേഞ്ചിൽ വേറെ സപ്പോർട്ട് കാണുന്നത് 19,730 ആണ് കാണുന്നത്. ഈ ഒരു ലോറെ തൊട്ട് താഴെ തന്നെയാണ് ആ ഒരു സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയാലും പ്രത്യേകം ശ്രദ്ധിക്കാം. 19,730 ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ള
സോറി 19,730 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 730 ഹോൾഡ് ചെയ്ത ബൈരോ ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 800ന്റെ അടുത്ത് തന്നെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. പക്ഷേ 830 താഴെ നിലനിന്ന് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. 730 താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 19,660 680 സപ്പോർട്ട് കാണുന്നത്. 680 സപ്പോർട്ടാണ്, 660 സപ്പോർട്ടാണ്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ തന്നെ സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്തൊരു സപ്പോർട്ട് ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിലായാലും മന്ത്ലി എക്സ്പയറിയാണ്. നമുക്ക് എക്സ്പയറിയുടെ പ്രഡിക്ഷൻ നമ്മൾ നടത്താറുണ്ട്. എക്സ്പയറി ഏത് ലെവലിൽ നിലനിൽക്കുമെന്ന്. പക്ഷേ ഈ ഒരു എക്സ്പയറി നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ട്രെൻഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് 45,950 ഒരു താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ 45,800 സപ്പോർട്ടായിരിക്കും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ 45,800-നും 45,950 ഇടയിലായിരുന്നു ഓപ്പണിംഗ് തന്നെ. ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നെങ്കിലും 45,800 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈയുടെ ഒരു മൊമെന്റ് ആണ്. അപ്പോൾ മാർക്കറ്റിലായാലും പിന്നെ ഒരു ഫർദർ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 45,800 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. ഇതൊരു ബൈ സെന്റിമെന്റിലാണ് 45,950 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ സെന്റിമെന്റിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. 46,050 ഹയർ ലെവൽ റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത്. ആ റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലെ ട്രേഡുകൾ മാനേജ് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ഏരിയയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 5 മിനിറ്റിന്റെ ലോ എങ്കിലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആവുക. ഇപ്പോൾ താഴത്തേക്ക് ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 47,800 അടുത്താണ്. കുറച്ച് താഴെയാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിലാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ബൈ സെന്റിമെന്റിൽ താൽക്കാലികമായിട്ട് ബൗൺസ് ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ഏരിയ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. റെസിസ്റ്റൻസിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന്റെ ഒരു താഴെ ഒരു ഓപ്പണിംഗ് വന്നാലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് ബാങ്ക് നിഫ്റ്റിയിലും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതൊരു സപ്പോർട്ടാണ്. സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു സപ്പോർട്ടിൽ നിന്ന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 45,800 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിലാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഷോർട്ട്സിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ 47,630 710 അടുത്തേക്ക് 710 അടുത്തൊരു സപ്പോർട്ട്, അതിന് താഴെ 47,630 സപ്പോർട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റി ആയാലും മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. 20,550 20,550 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നിലനിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് തുടക്കത്തിൽ വന്നിരുന്നത്. നിങ്ങൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വീഡിയോ കൃത്യമായിട്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. 20,550 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഈ ഒരു ബൈ സെന്റിമെന്റ് തന്നെയാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും ലോവർ ലെവലിൽ 20,460 ആണ് സപ്പോർട്ട് ലെവൽ വരുന്നത്. ബൈ സെന്റിമെന്റിലായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു സെക്ഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആണ് ഫിൻ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിനെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. 20,460 ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഫിൻ നിഫ്റ്റി ആയാലും ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു താഴത്തേക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്താലാണ് ആ ഒരു വീക്ക്നെസ് ട്രെൻഡ് വരുന്നത്. ലോവർ ലെവൽ സപ്പോർട്ട് 20,300 360 സപ്പോർട്ടാണ്. അപ്പോൾ 460 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന് ശേഷം ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്ക് ആയാലും റെസിസ്റ്റൻസ് കാണുന്നത് ഈ ഒരു ഹൈ ആണ്. 20,620 റെസിസ്റ്റൻസ് കാണുന്നത്.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 20,620 മുകളിലാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താലായാലും ഇൻ കേസ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിലല്ല ഓപ്പണിംഗ് എങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. പക്ഷേ റെസിസ്റ്റൻസ് ആകുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. അതുപോലെ തന്നെ ഓപ്പണിംഗ് റേഞ്ച് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കണം. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ലോവർ ലെവലിൽ സപ്പോർട്ടിന്റെ അടുത്ത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ യൂട്ടിലൈസ് ചെയ്യരുത്. ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ലെവലിൽ ഓപ്പൺ ചെയ്തു 460 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ക്വിക്കായിട്ട് സപ്പോർട്ട് ലെവലിൽ എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബൈസിന്റെ ലെവലാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ടണലിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വിലയേറെ ഷെയറുകൾ കമ്പനി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.